നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ വൈശാഖ്. ഞാൻ കൊരട്ടി മെഡിക്കൽ സെൻറ്ററിലെ ENT കൺസൾട്ടൻ്റാണ്. എന്താണ് ഇയർ വാക്സ് അഥവാ ചെവിയിലെ അഴുക്ക്? അത് ക്ലീൻ ചെയ്യണോ വേണ്ടയോ? നമുക്കിന്ന് ഇയർ വാക്സിനെ പറ്റി സംസാരിക്കാം. ചെവിയുടെ ദ്വാരം അഥവാ ഇയർ കനാലിൻ്റെ ഔട്ടർ കനാൽ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു ദ്രാവകമാണ്, അവിടുത്തെ സെറുമിനസ് ഗ്ലാൻസ് ഉണ്ടാക്കുന്ന ഒരു ദ്രാവകമാണ് ഇയർ വാക്സ് അഥവാ സെറുമിൻ. ഇതെന്തിനാണ് ചെവി ഉണ്ടാക്കുന്നത്? പുറമെ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന പൊടിയും അഥവാ വെള്ളവും അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയ, ഫംഗസ് ഇതിനെയൊക്കെ തടഞ്ഞു നിർത്തി ചെവിയുടെ പാടയെ ബാധിച്ച് ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇയർ വാക്സ്. ഓക്കെ, അപ്പോൾ ചെവിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് ഇയർ വാക്സ്. അപ്പോൾ ഇയർ വാക്സ് ക്ലീൻ ചെയ്ത് കളയണോ വേണ്ടയോ? ഇയർ വാക്സ് ആക്ച്വലി തനിയെ ക്ലീനായി പോകുന്നൊരു സാധനമാണ്. നമ്മുടെ ചെവിയുടെ കനാലിൽ ഒരു സീലിയറി മോഷൻ ഉണ്ട്. അതായത് ചെവിയുടെ അകത്തുള്ള ചെറിയ മുടിനാരുകൾ ഇയർ വാക്സിനെ ഇന്നർ കനാലിൽ നിന്ന് ഔട്ടർ കനാലിലേക്ക് തനിയെ പുഷ് ചെയ്ത് കൊണ്ടുവരികയാണ് പതിവ്. പിന്നെ എന്തുകൊണ്ട് ചില ആൾക്കാരിൽ മാത്രം ഇയർ വാക്സ് തടഞ്ഞു നിൽക്കുന്നു? പല കാരണങ്ങളുണ്ടാവും കേട്ടോ. കാരണങ്ങളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നാച്ചുറൽ അഥവാ ജനറ്റിക് കോസസ് ആണ്. നാച്ചുറലി ചില ആൾക്കാരിൽ ഇയർ വാക്സ് പ്രൊഡക്ഷൻ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അത് തടഞ്ഞു നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അഥവാ വേറെ ജനറ്റിക് ഫാക്ടേഴ്സ്, അതായത് ഉണ്ടാവുന്ന ഇയർ വാക്സ് കൂടുതൽ ഡ്രൈ ആയി പോകുന്നത് കാരണം അകത്ത് തങ്ങി നിൽക്കാറുണ്ട്. പിന്നെ ചിലരിൽ ഇയർ കനാൽ, ചെവിയുടെ ദ്വാരം ജന്മന ചെറുതായി നാരോ ആയിട്ടിരിക്കുന്നത് കാരണം ഇയർ വാക്സ് പുറത്തേക്ക് വരാതെ അകത്ത് തങ്ങിപ്പോകാറുണ്ട്. ഇതൊക്കെയാണ് നാച്ചുറൽ ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ്. നാച്ചുറൽ കോസസ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് നമ്മളായിട്ടുണ്ടാകാത്ത കാരണങ്ങളാണ്. അതായത് ഇയർഫോൺ ഉപയോഗം കൂടുതലാണെങ്കിൽ ഇയർ വാക്സ് അകത്തേക്ക് പുഷായി തങ്ങിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളായിട്ട് ഇയർബഡ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 20% അതിൽ തങ്ങി പുറത്തേക്ക് വരുമായിരിക്കും, പക്ഷേ ബാക്കി 80% കൂടുതൽ ആൾക്കാരിലും അകത്തേക്ക് പുഷായി പോകാനാണ് പതിവ്. പിന്നെ ക്യൂടിപ്സ്, ചെവിയിൽ പിന്നിടുക, ഇങ്ങനത്തെ പ്രവൃത്തികൾ കാരണം ഇയർ വാക്സ് അകത്തേക്ക് സ്റ്റക്കായി പോകാറുണ്ട്. ഇയർ വാക്സ് അകത്ത് സ്റ്റക്കായി പോയാൽ നമുക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? ചെവി അടഞ്ഞ മാതിരി അല്ലെങ്കിൽ ചെവിയിൽ എന്തോ തങ്ങി നിൽക്കുന്ന മാതിരി തോന്നൽ. അതിനെ തുടർന്ന് ചെവിയിൽ ഭയങ്കരമായിട്ട് ഇച്ചിങ്, അതായത് ചൊറിച്ചിൽ തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ പതുക്കെ കേൾവി കുറയുകയും ചെവിയിൽ എന്തോ മൂളൽ കേൾക്കുന്ന പോലെ തോന്നാനും സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇയർ വാക്സ് തങ്ങിപ്പോയാലുള്ള സിംറ്റംസ് നമുക്ക് വരുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇയർ വാക്സ് സ്ഥിരമായിട്ട് അങ്ങ് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ പോരെ, പ്രശ്നമൊന്നും വരത്തില്ലല്ലോ. പക്ഷേ അങ്ങനെ ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ നേരത്തെ പറഞ്ഞ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനൊന്നും നടക്കില്ല. മാത്രമല്ല, ഇയർ വാക്സ് ഒട്ടുമില്ലെങ്കിൽ ചെവിയിൽ ഭയങ്കരമായിട്ട് ഡ്രൈനെസ് വരികയും ചെവിയുടെ ചർമ്മം മുറിഞ്ഞ് ഇടയ്ക്ക് ബ്ലീഡിങ് വരാനോ അല്ലെങ്കിൽ ഇച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യാനോ ഉള്ള ചാൻസസ് ഉണ്ട്. ഇയർ വാക്സ് സ്റ്റക്കായാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഇയർ വാക്സ് ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇയർ വാക്സ് സോഫ്റ്റനിങ് ആയിട്ടുള്ള ഏജൻസ്, അതായത് വാക്സോലൈറ്റിക് ഏജൻസ് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് ചെവിയിൽ ഇട്ടിക്കുക എന്നുള്ളതാണ്. വാക്സ് അലിഞ്ഞ് കഴിയുമ്പോൾ തന്നെ മോസ്റ്റ്ലി അത് കോസ് ചെയ്യുന്ന സിംറ്റംസ് എല്ലാം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. എന്നിട്ടും അടപ്പ് തോന്നുകയാണെങ്കിൽ നിങ്ങളായിട്ടത് ക്ലീൻ ചെയ്യാൻ നിൽക്കാതെ അടുത്തുള്ളൊരു ENT ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്.